നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഈസി ആയിട്ട് എന്നാൽ ടേസ്റ്റോട് കൂടിയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു നാടൻ വിഭവമാണ് കേട്ടോ. വേറൊന്നുമല്ല, പടവലവും പരിപ്പും ചേർത്ത് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കൂട്ടുകറിയാണ്. എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഈ വിഭവം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പടവല എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, ഇതിൻ്റെ പകുതി ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പടവല ഞാൻ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മൺചട്ടിയിലോട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് പരിപ്പാണ് കേട്ടോ, 1/4 കപ്പ് പരിപ്പാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ്. ഞാൻ പരിപ്പ് വെള്ളത്തോടു കൂടെ തന്നെ ഈ പാനിലോട്ട് ചേർത്തിരിക്കുകയാണ്. അതായത് പടവലത്തിൻ്റെ ഏകദേശം മൂടുന്ന ഒരു രീതിയിലാട്ടോ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. 1 കപ്പിൻ്റെ താഴെയുള്ളൂ വെള്ളം. ഇനി മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഞാനിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇനി ഈ പരിപ്പും പടലവും കൂടെ ഒന്നിച്ച് കുക്കായിട്ട് വരട്ടെ. അടുത്തതായിട്ട് നമുക്ക് തേങ്ങയുടെ അരപ്പാട്ട് ഉണ്ടാക്കേണ്ടത്. ഇവിടെ ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി, 2 ചെറിയുള്ളി, പിന്നെ ഒരു 10-20ഓളം കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി കാന്താരി മുളകിന് പകരമായിട്ട് 2 പച്ചമുളക് എടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ക്രഷ് ചെയ്തെടുത്താൽ മതി. പടവലങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഈ അടിയിൽ കുറച്ച് വെള്ളമുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. നേരത്തെ പറഞ്ഞിരുന്നു നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയെന്ന്. ഇങ്ങനെ ക്രഷ് ചെയ്തതാണ് ഞാനിത് പാനിലോട്ട് ചേർക്കുന്നത്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇത് ഒരുപാട് ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ആവി കയറിയാൽ മതി. ഒരു 1-2 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് വറവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടത്. ഇവിടെ ഞാൻ ഈ പാനിലോട്ട് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമ്മുടെ ഈ കൂട്ടുകറിയുടെ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. നമ്മുടെ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തത് കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഈ വറവിനെ നമുക്ക് പാനിലേക്ക് ചേർക്കാം. അങ്ങനെ നമ്മുടെ നാടൻ വിഭവമായിട്ടുള്ള പടവലങ്ങ പരിപ്പ് കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ വറവ് എല്ലായിടത്തും നോക്കട്ടെ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇനി നമുക്കിത് ഡയറക്റ്റായിട്ടോ ചോറിൻ്റെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.